ഇപ്പോൾ വെയിറ്റ് നല്ല രീതിക്ക് തന്നെ ലോസ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ഈ വീഡിയോ ബിഫോർ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫേസ് ആണെങ്കിലും അതുപോലെ തന്നെ ബോഡിയിലെ ഫാറ്റ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ഫുഡ് കൊണ്ടല്ലല്ലോ, നമ്മൾ ഒരു ദിവസത്തെ ഫുഡ് റൂട്ടീനല്ല നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണം. എന്നാലും ഞാനിന്ന് വാട്ട് ഈറ്റിൻ്റെ ഡേ ആട്ടോ ചെയ്യണത്. അപ്പോൾ രാവിലെ ഞാനൊരു ഡ്രിങ്ക് കുടിക്കാറുണ്ട്. അത് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മളെ വെയിറ്റിനെ മാനേജ് ചെയ്യാനും നമുക്ക് നമ്മുടെ ഹെൽത്തിനും ഒക്കെ നല്ലതാട്ടോ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ അത് കുടിക്കും. പിന്നെ നമ്മൾ ചെയ്യണത് ബ്രേക്ക്ഫാസ്റ്റ്, അതൊരു സ്മൂത്തിയാണ്, പിന്നെ എഗ്ഗുമാണ്. ഒരു എഗ്ഗ് കഴിക്കുള്ളൂ കേട്ടോ, ഒരെണ്ണം ഞാൻ ഹസ്ബൻഡിനും കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു എന്ന് ഇതന്നെ ആവില്ല കേട്ടോ. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഈ മോരില്ല, അത് നല്ല കാന്താരിമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മോര് കുടിക്കും. അതിൽ കാന്താരിമുളക് ഞാൻ മസ്റ്റാണ് കേട്ടോ, അത് ഇടും കേട്ടോ. അത് നല്ലതാണ്. നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 1-2 കാന്താരിമുളക് അതിൽ കൂട്ടുന്നത് ഭയങ്കര നല്ലതാണ്. ജസ്റ്റ് ഇങ്ങനെ കടിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അത് കുടിക്കും. ഈ നമുക്ക് ഇപ്പോൾ ഇത് മോരൊന്നും ആവില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും. വീട്ടിലെന്തെങ്കിലും പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും. ചിലപ്പോൾ നട്ട്സും കഴിക്കും കേട്ടോ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും നട്ട്സ് കഴിക്കാം. ഉച്ചയ്ക്ക് ഊണ് ഒരു ബൗള് ബ്രൗൺ റൈസ്, പിന്നെ നമ്മുടെ കടലക്കറി ഉണ്ട്, പിന്നെ മീൻ പൊള്ളിച്ചതാണ്. ഇത് നമ്മൾ ആവിയിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടില്ല, ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് പൊള്ളിക്കണത്. തുള്ളി വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്യാണ്ട് അതെടുക്കും. ബ്രൗൺ റൈസ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എന്താ പറയുക, തവിടോട് കൂടിയിട്ടുള്ള റൈസാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് ഒഴിവാക്കാറില്ല, പ്രത്യേകിച്ച് ഈ ബ്രൗൺ റൈസ്. ഇത് നിലാസ് ഹെർബ്സിൻ്റെ ബ്രൗൺ റൈസാണ്. നല്ല എഫക്റ്റീവാണ് കേട്ടോ വെയിറ്റ് ലോസിനൊക്കെ. നമുക്ക് അധികം വിശപ്പൊന്നും പിന്നെ തോന്നില്ല. പിന്നെ ഞാൻ അവിടെ വെച്ച് ഉച്ചക്കലത്തെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കില്ല. പിന്നെ 4 മണിക്ക് എന്തെങ്കിലും നട്ട്സ് കഴിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ കഴിക്കണത് നമ്മുടെ കൊളാജൻ ഡ്രിങ്ക് കേട്ടോ. അതിൻ്റെ വീഡിയോ മുന്നിട്ടുണ്ട്. അപ്പോൾ ബൈ.